കെ സ്മാർട്ട് ഫിനാൻസ് മൊഡ്യൂളിൽ റെസീറ്റ് സെർച്ച്, പേയ്മെന്റ് സെർച്ച് എന്നിവയുടെ പ്രാധാന്യം എന്താണ്, എങ്ങനെയാണ് ഈ രണ്ട് സെർച്ച് ഉപയോഗിക്കുക എന്ന കാര്യം നമുക്ക് നോക്കാം. സർവീസസ് എന്ന മെനുവിൽ നിന്നും ഫിനാൻസ് മാനേജ്മെന്റ് എന്ന മെനു സെലക്ട് ചെയ്യുക. അതിൽ റെസീറ്റ് സെർച്ച് എന്ന കാർഡ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ റെസീറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പല ക്രൈറ്റീരിയ ഉപയോഗിച്ച് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ കഴിയും. വൗച്ചർ നമ്പർ എന്ന കോളത്തിൽ വലതുവശത്ത് കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാർഡ് വെച്ചിട്ടോ ഡോർ നമ്പർ ഉപയോഗിച്ചോ സബ് നമ്പർ ഉപയോഗിച്ചോ ടോട്ടൽ എമൗണ്ട് ഉപയോഗിച്ചോ പേയി നെയിം ഉപയോഗിച്ചോ വൗച്ചർ ഡേറ്റോ ഇൻസ്ട്രുമെന്റ് നമ്പറോ ഡിമാൻഡ് നമ്പറോ ഉപയോഗിച്ച് റെസീറ്റ് വിവരങ്ങൾ ഈ സ്ക്രീനിൽ സെർച്ച് ചെയ്തെടുക്കാൻ കഴിയും. ഞാൻ ടോട്ടൽ എമൗണ്ട് ഉപയോഗിച്ച് റെസീറ്റ് സെർച്ച് ചെയ്യാൻ പോവുകയാണ്. 1000 രൂപ അടിച്ചു സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ 1000 രൂപയ്ക്ക് എടുത്ത മുഴുവൻ റെസീറ്റ് വിവരങ്ങളും താഴെ ലിസ്റ്റ് ചെയ്ത് വരുന്നതായി കാണാൻ കഴിയും. ഈ സ്ക്രീനിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ റെസീറ്റ് വ്യൂ ചെയ്ത് റീപ്രിന്റ് എടുത്ത് ഉപയോഗിക്കാൻ കഴിയും. റെസീറ്റ് സേവ് ചെയ്യുമ്പോൾ തന്നെ റെസീറ്റിന്റെ ലിങ്ക് പെയർക്ക് പോകുന്നതിനാൽ റീപ്രിന്റ് എന്ന ഓപ്ഷനെ നിലവിൽ വലിയ പ്രാധാന്യമൊന്നും ഇല്ലെങ്കിലും ഈ സ്ക്രീൻ വഴി റെസീറ്റ് റീപ്രിന്റ് ചെയ്യാമെന്ന കാര്യം കൂടി മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇത്തരത്തിൽ സെർച്ച് ചെയ്ത് ലഭിക്കുന്ന റെസീറ്റ് വിവരങ്ങൾ PDF ആയിട്ടും എക്സൽ ഫയലായിട്ടും CSV ആയിട്ടും ഡൗൺലോഡ് ചെയ്യുന്ന സംവിധാനം കൂടി സോഫ്റ്റ്വെയറിൽ ലഭ്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ റെസീറ്റ് സെർച്ച് വളരെ ഭംഗിയായി നമുക്ക് കെ സ്മാർട്ട് ഫിനാൻസ് മൊഡ്യൂളിൽ ഉപയോഗിക്കാൻ കഴിയും. ഇനി നമുക്ക് പേയ്മെന്റ് സെർച്ച് എങ്ങനെയാണ് കെ സ്മാർട്ട് മൊഡ്യൂളിൽ ഉപയോഗിക്കുക എന്ന് നോക്കാം. സർവീസസ് എന്ന മെനുവിൽ തന്നെ ഫിനാൻസ് മാനേജ്മെന്റിൽ പേയ്മെന്റ് സെർച്ച് എന്ന കാർഡ് ഓപ്പൺ ചെയ്യുക. പേയ്മെന്റ് സെർച്ച് ചെയ്യുന്നതിന് വേണ്ടി വളരെ അധികം ക്രൈറ്റീരിയ നിലവിൽ ലഭ്യമാണ്. ഒരു പീരീഡിനുള്ളിലെ, അതായത് ഫ്രം ടു ഡേറ്റിനുള്ളിലെ പേയ്മെന്റ് സെർച്ച് ചെയ്യാൻ കഴിയും. ഫ്രം ടു ഡേറ്റിനുള്ളിലെ എമൗണ്ട് ഫ്രം ടു വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ കഴിയും. പേയ്മെന്റ് ഓർഡർ നമ്പർ, ക്ലെയിം നമ്പർ, വൗച്ചർ നമ്പർ, ചെക്ക് നമ്പർ, ട്രാൻസാക്ഷൻ നമ്പർ, ബാങ്ക്, അതായത് ഏതെങ്കിലും ഒരു ബാങ്കിൽ വന്ന പേയ്മെന്റുകൾ സെർച്ച് ചെയ്യാൻ കഴിയും. പേയ്മെന്റ് നൽകിയ വ്യക്തിയുടെ പേര് വെച്ചും ഫയൽ നമ്പർ വെച്ചിട്ടും നിലവിൽ സെർച്ച് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഞാൻ ഫ്രം ടു പീരീഡിനുള്ളിലെ ഒരു ബിറ്റ്വീൻ എമൗണ്ടിനുള്ളിലെ പേയ്മെന്റ് സെർച്ച് ചെയ്തെടുക്കാൻ പോവുകയാണ്. എമൗണ്ട് 2 എന്നത് ഞാനൊരു 5 ലക്ഷം കൊടുക്കും. സെർച്ച് ചെയ്യുന്നു. 1/1/2025 മുതൽ 30/4/2025 വരെ 1000 രൂപയ്ക്കും 5 ലക്ഷം രൂപയ്ക്കും ഇടയിലുള്ള പേയ്മെന്റ് വിവരങ്ങളാണ് ഞാനിപ്പോൾ സെർച്ച് ചെയ്തത്. ഇത്തരത്തിൽ സെർച്ച് ചെയ്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട മുഴുവൻ പേയ്മെന്റ് ഫയലുകളും താഴെ ലിസ്റ്റ് ചെയ്തു വന്നതായി കാണാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്ക് PDF ആയിട്ടും എക്സൽ ആയിട്ടും CSV ഫയലായിട്ടും എക്സ്പോർട്ട് ചെയ്യുന്നതിനുള്ള സംവിധാനമുണ്ട്. ഇനി ഈ സ്ക്രീനിലോട്ട് വരാം. ഇവിടെ നമുക്ക് പെയർ നെയിം കാണാൻ കഴിയുന്നുണ്ട്, ഫയൽ നമ്പർ കാണാൻ കഴിയുന്നുണ്ട്, ക്ലെയിം നമ്പർ കാണാൻ കഴിയുന്നുണ്ട്, പേ ഓർഡർ നമ്പർ കാണാൻ കഴിയുന്നുണ്ട്. ചില ഫയലുകളിൽ വൗച്ചർ നമ്പർ കാണാൻ കഴിയുന്നില്ല. അതിനർത്ഥം ഈ ഫയലിൽ പേയ്മെന്റ് നടന്നിട്ടില്ല എന്നതാണ്. പേയ്മെന്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വൗച്ചർ നമ്പർ ജനറേറ്റ് ആയി വരുന്നതാണ്. ഈ താഴെ കാണുന്ന ഫയലുകളിലെല്ലാം പേയ്മെന്റ് നടന്ന ഫയലുകളാണ്. ഇനി ഇത്തരത്തിൽ സെർച്ച് ചെയ്തിട്ട് പേയ്മെന്റ് നടന്നിട്ടില്ല, ഇത് ഏത് സീറ്റിലാണ് എന്നറിയാൻ, അല്ലെങ്കിൽ ഈ ഫയലിലെ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഏത് ഫയലിലെയും വലതുവശത്ത് അറ്റത്ത് കാണുന്ന ആക്ഷൻ മെനുവിലെ ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് ഫയലിലോട്ട് പോവുകയും അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ നമുക്ക് വ്യൂ ചെയ്യാനും കഴിയുന്നതാണ്. ഇത്തരത്തിൽ വളരെ വിപുലമായ ഒരു സെർച്ച് ക്രൈറ്റീരിയയും ആ സെർച്ച് ക്രൈറ്റീരിയയിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടീസും പേയ്മെന്റ് സെർച്ചുമായി ബന്ധപ്പെട്ട് കെ സ്മാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും റെസീറ്റുമായി ബന്ധപ്പെട്ട സെർച്ചും പേയ്മെന്റുമായി ബന്ധപ്പെട്ട സെർച്ചും കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.